തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി സഞ്ജയ് അഥവാ ഡോൺ സഞ്ജു. തിരുവനന്തപുരം ജില്ലയിലെ MDMA വിൽപ്പന ശൃംഖലയിലെ ഒന്നാം പേരുകാരൻ. പോലീസിന്റെ നിരന്തര നിരീക്ഷണത്തിലുള്ള മയക്കുമരുന്ന് കടത്തുകാരൻ. ഇന്ന് രാവിലെ ഒമാനിൽ നിന്ന് വിമാനമിറങ്ങിയ സഞ്ജുവും കുടുംബവും കൂട്ടാളികളും കല്ലമ്പലത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഈ സംഘത്തിന്റെ പക്കൽ കോടികളുടെ മയക്കുമരുന്നുണ്ടെന്ന് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം ലഭിച്ചു. റൂറൽ പോലീസ് ഓപ്പറേഷൻ സജ്ജമായി. ഡാൻസ് ഓഫ് സംഘവും വർക്കല ഡിവൈഎസ്പി ഗോപകുമാറും നാർക്കോട്ടിക് ഡിവൈഎസ്പി പ്രദീപ് കുമാറും പോലീസ് സംഘവുമായി കാത്തുനിന്നു. കല്ലമ്പലത്ത് വെച്ച് സഞ്ജുവും സംഘവും സഞ്ചരിച്ച ഇന്നോവ കാർ തടഞ്ഞു നിർത്തി. ഇത് കണ്ട് തൊട്ടു പിന്നാലെ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ വഴിമാറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ പാഞ്ഞ പോലീസ് പിക്കപ്പ് വാൻ കസ്റ്റഡിയിലെടുത്ത് കല്ലമ്പലത്ത് കൊണ്ടുവന്നു. വാൻ നിറയെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ. ആദ്യ പരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കൂട്ടത്തിൽ ഈന്തപ്പഴമടങ്ങിയ വലിയ ടിൻ ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധനയിൽ ഈന്തപ്പഴത്തിന്റെ അടിയിൽ കറുത്ത കവറുകളിലാക്കി MDMA സൂക്ഷിച്ചിരിക്കുന്നു. 1.25 കിലോ MDMA. ചില്ലറ വിൽപ്പനയിൽ 2.5 കോടിയോളം രൂപ വില ലഭിക്കും. സഞ്ജയ് എന്ന ഡോൺ സഞ്ജുവും കൂട്ടാളികളായ സൈജു, നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രമീൺ എന്നിവരും പിടിയിലായി. മസ്കറ്റിൽ നിന്നാണ് MDMA കൊണ്ടുവന്നത്. സഞ്ജുവിനൊപ്പം ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ഈ 5 സംഘമാണ് ഒമാനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. ഇത്രയും അധികം മയക്കുമരുന്ന് വിമാനത്താവളം വഴി സുഗമമായി കടത്തിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ ദുരൂഹതയുണ്ട്. പോലീസ് വിശദമായി അന്വേഷിക്കും. ഒരു പക്ഷേ ഈ ബ്ലാക്ക് സർഫസ് ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ അതിന് കഴിഞ്ഞൊന്നും വരില്ല. ഈ ഈന്തപ്പഴം വയ്ക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ഈന്തപ്പഴം ചുറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് നമ്മളെ എക്സ്റേ സ്കാൻ ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് സർഫസ് ചിലപ്പോൾ ലൈറ്റ് എമിഷൻ കടത്തിവിടാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണോ എന്നുള്ളത് പരിശോധിക്കണം. എയർപോർട്ടിൽ ഇനി ആരെങ്കിലും ഇയാൾക്ക് സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ CDR മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വർക്കല കേന്ദ്രീകരിച്ച് MDMA ഇടപാട് നടത്തുന്ന പ്രധാന കണ്ണിയാണ് സഞ്ജു. ഇയാൾ മുമ്പ് വളർത്തുനായ് വിൽപ്പനയുടെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നു. MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 2 തവണ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. 6 മാസമായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പോലീസ് അന്വേഷണത്തിൽ ഈ വർഷം ഇയാൾ 4 തവണ ഒമാനിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മയക്കുമരുന്ന് കടത്തുകാരൻ രാജ്യാന്തര ലഹരി സംഘത്തിലെ കണ്ണിയായി മാറിക്കഴിഞ്ഞുവെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾ ഈ വർഷം തന്നെ ഇത് 4ാമത്തെ ട്രിപ്പാണ് വിദേശത്ത് പോയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ഇയാൾ ഇത്തരം ഓൾറെഡി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇയാളുടെ ശൃംഖലയിൽപ്പെട്ട മറ്റ് പല ആളുകളും ഇതുപോലെ തന്നെ പല MDMA കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ഇയാൾ വന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമീപകാലത്ത് തിരുവനന്തപുരത്ത് നടന്ന വലിയ മയക്കുമരുന്ന് വേട്ടയാണ് കല്ലമ്പലത്തേത്. സഞ്ജുവിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. ഇയാൾ ഇതിനു മുൻപും വിദേശത്ത് നിന്ന് മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. നിലവിൽ ഭാര്യയെ വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിലാണ്. വർക്കല കേന്ദ്രീകരിച്ച് ആ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള എല്ലാ കേസുകളും നമ്മൾ പരിശോധിക്കും. ഏതെങ്കിലും കേസുകളിൽ ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് ആ ലൈനിൽ അന്വേഷണം നടന്നു. കൂടാതെ നമ്മൾ ഈ ജോയിൻറ്റ് ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. ടൂറിസ്റ്റ് ബസ്സുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിൻ കേന്ദ്രീകരിച്ച് ബോർഡർ ചെക്ക് പോയിന്റ്സ് കേന്ദ്രീകരിച്ചൊക്കെ എല്ലാ മാസവും നമ്മൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിടിച്ചിട്ട് ഈ കേസിൽ പ്രതിയാക്കേണ്ട കാര്യമുണ്ടോ? സ്ലിപ്പിൽ പേരുണ്ട്. ആ നീല എല്ലാ എവിഡൻസും ഉണ്ട്. ആ നീല ആരെയാണെന്നുള്ളത്. വർക്കലയിലെത്തുന്ന വിദേശികളിൽ ആരെങ്കിലും വഴിയാണോ ഇയാൾ രാജ്യാന്തര മയക്കുമരുന്ന് സംഘവുമായി ബന്ധപ്പെടുന്നതെന്ന് പോലീസിന് സംശയമുണ്ട്. ഇയാളുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ കോളുകളും പരിശോധിക്കും. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലയിലെ ഇയാളുമായി ബന്ധപ്പെട്ട കണ്ണികളും അന്വേഷണ പരിധിയിലാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.